പഴശ്ശി ജലാശയത്തിൻ്റെ ഭാഗമായ പടിയൂർ പൂവങ്കടവിൽ 2 വിദ്യാർത്ഥിനികളെ കാണാതായ സംഭവത്തിൽ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത് അഗ്നിരക്ഷാ സേനയുടെ 2 ദിവസത്തിലധികം നീണ്ട വിശ്രമമില്ലാത്ത പ്രവർത്തനം മൂലം. ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിയോടെ അപകടം നടന്നയുടനെ വിദ്യാർത്ഥിനികളെ കണ്ടെത്താൻ അഗ്നിരക്ഷാ സേനാ സംഘം നടത്തിയ പരിശ്രമം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 രണ്ടാമത്തെ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം പുഴയിൽ നിന്നും പുറത്തെടുത്തതിന് ശേഷമാണ് അവസാനിച്ചത്. അപകടം നടന്നയുടനെ പദ്ധതിയുടെ ഷട്ടർ അടച്ചതുമൂലം വർഷകാലത്ത് ശക്തമായ മഴയിൽ കുത്തിയൊഴുകുന്ന പുഴയിൽ ഇവർ ഒഴുകിപ്പോകുന്നത് തടയുന്നതിന് സഹായകമായി. ആദ്യ ദിവസം ഇരട്ടി അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസ് അംഗങ്ങളും മാത്രമാണ് രംഗത്തുണ്ടായിരുന്നത്. അക്ഷരമാതൃകയിൽ വളഞ്ഞുകിടക്കുന്ന പുഴയിലെ ശക്തമായ കുത്തൊഴുക്കും ചുഴിയും ആഴവും കലങ്ങിയ വെള്ളവും പുഴക്കടിയിലെ തണുപ്പും മുങ്ങൽ വിദഗ്ധരുടെ സംഘങ്ങൾക്ക് ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചു. രണ്ടാം ദിവസമായ ബുധനാഴ്ച ഇരിട്ടിയെ കൂടാതെ മട്ടന്നൂർ, തലശ്ശേരി, പേരാവൂർ, കണ്ണൂർ, പയ്യന്നൂർ എന്നിവിടങ്ങളിലെ സ്കൂബ സംഘങ്ങൾ സ്ഥലത്തെത്തി മേഖലയിലാകെ പരിശോധന നടത്തിയെങ്കിലും ശ്രമം വിഫലമാവുകയായിരുന്നു. സ്വാഭാവികമായി നിശ്ചിത സമയത്തിനുള്ളിൽ വെള്ളത്തിലകപ്പെടുന്ന മൃതദേഹങ്ങൾ പൊങ്ങിവരുമെന്ന് കരുതാറുണ്ടെങ്കിലും ഈ സമയം അധികരിച്ചിട്ടും ഇവിടെ ഇതും സംഭവിച്ചില്ല. ഇതോടെ മൃതദേഹങ്ങൾ ദൂരേക്ക് ഒഴുകിപ്പോവുകയോ വെള്ളത്തിനടിയിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയോ ചെയ്യുന്നുണ്ടാവുമെന്ന സംശയം ബലപ്പെട്ടു. പദ്ധതിയിൽ ഷട്ടർ അടച്ചതോടെ ഇതിനിടയിൽ ജലനിരപ്പും ഉയർന്നു. ADM നവീൻ ബാബുവിൻ്റെയും ഇരിട്ടി തഹസിൽദാർ VS ലാലിമോളുടെയും നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സഹായം അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിൽ നിന്നും 30 അംഗ സംഘം ബുധനാഴ്ച സന്ധ്യയോടെ സ്ഥലത്തെത്തി. വ്യാഴാഴ്ച രാവിലെ 6 മണിയോടെ ഇരു സംഘങ്ങളും തിരച്ചിലാരംഭിച്ചു. ശക്തിയേറിയ മോട്ടോറുകൾ ഘടിപ്പിച്ച ഡിങ്കികൾ ഉപയോഗിച്ച് വെള്ളത്തിൽ ഓളമുണ്ടാക്കി 2 മണിക്കൂറോളം നടത്തിയ ശ്രമത്തിനിടെ ഷഹർബാനിയുടെ മൃതദേഹം പൊങ്ങി വരികയായിരുന്നു. തുടർന്ന് അഗ്നിരക്ഷാസേനാ സംഘങ്ങളും സിവിൽ ഡിഫൻസും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ആദ്യം മൃതദേഹം കെട്ടിയതിന് അല്പം മാറി പാറക്കെട്ടുകൾക്കരികിൽ നിന്നും സൂര്യയുടെ മൃതദേഹം പൊങ്ങി വന്നത്. 40 മണിക്കൂറിലേറെ നീണ്ടുനിന്ന പരിശ്രമത്തിൽ ജില്ലാ ഫയർ ഓഫീസർ SK ബിജുമോൻ, ഇരിട്ടി STO TV ഉണ്ണികൃഷ്ണൻ, മട്ടന്നൂർ STO K രാജീവൻ, തലശ്ശേരി STO ബാസിത്ത്, കൂത്തുപറമ്പ് STO ഷാനിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഇരിട്ടി, മട്ടന്നൂർ, കണ്ണൂർ, പേരാവൂർ, തലശ്ശേരി, കൂത്തുപറമ്പ് സ്റ്റേഷനുകളിലെ സ്കൂബ ഡൈവിംഗ് സംഘങ്ങളും സിവിൽ ഡിഫൻസ് അംഗങ്ങളും പങ്കുചേർന്നതായി ഇരിട്ടി നിലയം ഓഫീസർ TV ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സേനയുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് ബോഡി കിട്ടി. അപ്പോൾ സേന മുങ്ങൽ വിദഗ്ധർ ഇന്നലെ രാവിലെ മുതൽ മുങ്ങൽ വിദഗ്ധർ 20ഓളം മുങ്ങൽ വിദഗ്ധന്മാർ സ്കൂബ ടീം, ജില്ലാ സ്കൂബ ടീം അവിടെ മൊത്തത്തിൽ പരിശോധന നടത്തിയതാണ്. ഇന്നലെ സെർച്ചിങ് കിട്ടിയില്ല. ഇന്ന് രാവിലെ ഒരു 6:30 ആയപ്പോൾ സേനയും NDRFൻ്റെ ടീമും കൂടി സെർച്ചിങ് ആരംഭിച്ചു. സെർച്ചിങ് ആരംഭിച്ചിട്ട് ഒരു 2 മണിക്കൂറിനുള്ളിലായിട്ട് ആദ്യത്തെ ബോഡി കിട്ടി. പിന്നീട് കുറച്ച് സമയത്ത് ഒരു മണിയോടുകൂടി രണ്ടാമത്തെ ബോഡിയും കിട്ടി. അത് കിട്ടിയിരിക്കുന്നത് കേരള ഫയർ സർവീസിൻ്റെ കൂടെയുള്ള നമ്മുടെ സിവിൽ ഡിഫൻസിൻ്റെ പ്രവർത്തകരും കൂടി ശ്രമിച്ചിട്ടാണ്. അപ്പോൾ ഇതിന് നമ്മുടെ ഇരിട്ടി സ്റ്റേഷൻ കൂടാതെ തലശ്ശേരി, കണ്ണൂർ, മട്ടന്നൂർ, പേരാവൂർ, കൂത്തുപറമ്പ് എന്നിവിടങ്ങളിൽ നിന്നും സേന എത്തിയിട്ടുണ്ട്. ജില്ലാ ഫയർ ഓഫീസർ സ്ഥലത്ത് സന്നിഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ മാർഗനിർദ്ദേശങ്ങളോട് പ്രവർത്തിച്ചതിനാൽ ഇന്ന് സേനയ്ക്ക് രണ്ടാമത്തെ ബോഡി കണ്ടെടുക്കാൻ സാധിച്ചു. നാട്ടുകാരുടെ ശക്തമായ സഹകരണം മൃതദേഹങ്ങൾ തിരയുന്നതിൽ ഏറെ സഹായിച്ചതായി ജില്ലാ ഫയർ ഓഫീസർ SK ബിജുമോൻ പറഞ്ഞു. ഇത്തരം അപകടകരമായ ഇടങ്ങളിൽ വിദ്യാർത്ഥികളും മറ്റും എത്തുന്നത് തടയാൻ ആവശ്യമായ മുൻകരുതലുകൾ പ്രാദേശിക ഭരണകൂടങ്ങൾ കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശികമായിട്ടുള്ള ഇതിലേക്കുള്ള സിവിൽ ഡിഫൻസുകാരും മറ്റ് സ്ഥലങ്ങളിലായിട്ട് സിവിൽ ഡിഫൻസുകാരും ഞങ്ങളുടെ ആത്മാർത്ഥത കൂടി പ്രത്യേകിച്ച് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇങ്ങനെ നാട്ടുകാർ ഭയങ്കര സപ്പോർട്ട് കിട്ടിയതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനി നാട്ടുകാരിവിടെ ഈ പ്രദേശത്ത് കുട്ടികൾ ഇങ്ങനെ വന്നു പോകുന്നതായിട്ട് നാട്ടുകാരിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റി. അപ്പോൾ അവർ നിങ്ങൾ പഞ്ചായത്തോ അല്ലെങ്കിൽ നാട്ടുകാർ ഒരു കോഡ് രൂപീകരിച്ചുകൊണ്ട് ഇവിടെ വരുന്ന കുട്ടികൾക്കൊരു
അവരെ നിരുത്സാഹപ്പെടുത്തി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരരുതെന്ന് നിരുത്സാഹപ്പെടുത്തുകയും അവരെ പറഞ്ഞു വിടാൻ ചെയ്യാനുള്ള നാട്ടുകാരും പഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെ നേരിട്ടിൽ അങ്ങനെ ഒരു സ്ക്വാഡ് രൂപീകരിക്കുന്ന ഒരു നല്ല കാര്യമാണെന്നറിയാം. ഞാൻ പിന്നെ അറിയാൻ പറ്റും ഇവിടെ അങ്ങോട്ട് ഒത്തിരി കാടേരിയ ഉണ്ട്, അങ്ങോട്ടൊക്കെ പല കുട്ടികളും പോകുന്നതായിട്ട് അറിയുന്നു. അവിടെയെല്ലാം അപകട സാധ്യതയുണ്ട്, വെള്ളം വന്ന അപകടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മൾ മഴക്കാലമായിട്ട് എല്ലാ പുഴയിലും ആറ്റിലും ഇറങ്ങുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കൂട്ടുകാർ കൂടി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ബോധവൽക്കരണങ്ങളും ഇതൊന്നുമില്ല. അവർക്കിപ്പം ഏറ്റവും കൂടുതൽ പറയുന്ന ഈ അപകടം കൂടുതൽ 90% മൊബൈലിൻ്റെ ഈ സെൽഫി എടുക്കലും മൊബൈലിൻ്റെ ഈ കൂടുതൽ ഉപയോഗം. അപ്പം നാട്ടുകാർ അല്ലെങ്കിൽ മാതാപിതാക്കളും കുട്ടികൾക്ക് മൊബൈൽ മേടിച്ച് കൊടുത്തില്ലെങ്കിൽ അതിനുള്ള ആത്മഹത്യയും ഉണ്ടാവും. ഈ മൊബൈലിലാണ് എൻ്റെ ഒരു ഐഡിയ ഏറ്റവും കൂടുതൽ അപകടമുണ്ട്. കൂടുതൽ ഈ സെൽഫി എടുക്കുക എന്നുള്ളത് അപകട മേഖലയിൽ സെൽഫി എടുക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഒരു ബോധവൽക്കരണം നടത്തേണ്ട ഒരു കാര്യം. സെൽഫിയാണ് 90%, 99% അപകടമുള്ള കാര്യം. ഇപ്പോൾ ഈ കുട്ടികൾ തന്നെ അവിടെ വന്ന് സെൽഫി എടുത്ത് പിന്നെ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് സെൽഫി എടുത്ത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മൾ ഇവർക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും എത്ര നീന്തൽ അറിയാവുന്നവരും പരിചയമില്ലാത്ത കടവുകളിലെല്ലാം ഇവിടെ ഒരു കാരണവശാലും ഇറങ്ങാൻ പാടില്ലാത്തതാണ്. അത് എല്ലാവർക്കും നമ്മൾ സ്ഥിരം നമുക്ക് എല്ലായിടത്തും ബോധ ക്ലാസ് നടത്തുന്ന ഒരു കാര്യമാണ്. പരിചയമില്ലാത്ത ഒരു കാരണം എത്ര എക്സ്പേർട്ട് നീന്തലുകാരാണേലും നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് അപകടം ഉണ്ടാകും. അതുകൊണ്ട് ഒരു കാരണവശാലും പ്രത്യേകിച്ച് നമ്മൾ ഈ സീസൺ കാലങ്ങളിൽ ഭയങ്കര അടിയൊഴുക്കുണ്ട്. നമ്മൾ മുകളിൽ നോക്കുമ്പോൾ നല്ലൊരു അന്തരീക്ഷമായിരിക്കും, പക്ഷേ അതിൻ്റെ അടിഭാഗം എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. മുകളിൽ നോക്കുമ്പോൾ നല്ല ശാന്തമായിരിക്കും, അതിൻ്റെ ഡീപ്പിൽ എങ്ങനെ എന്താ നടക്കുന്നത്, അടിയൊഴുക്ക് എങ്ങനെയുണ്ട്, ചിലതരം ഈ കർവുണ്ട് വണ്ടി വിട്ടുതരും. അപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞ് വട്ടം കറങ്ങിപ്പോകും. അപ്പം മുങ്ങലുകാരാണെങ്കിലും നമ്മളകത്ത് മുങ്ങിക്കഴിഞ്ഞ് നമ്മളായിട്ട് ചുഴിയുണ്ട്, അപ്പോൾ അതിൽ പെട്ടുപോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കഴിയുന്നതും ഇറങ്ങാതിരിക്കുക, അല്ലെങ്കിൽ അതുപോലെ എക്സ്പെർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനങ്ങളുമായിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പാടും. മെയിനായിട്ട് സെൽഫി മൊബൈൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നാട്ടുകാർക്ക് ഇതിൽ സഹകരിച്ച നാട്ടുകാർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.